543 അംഗ ലോക്സഭയിലേക്കുള്ള വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. ബിജെപിക്ക് 240 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് 234 സീറ്റുകളും ലഭിച്ചു. കോൺഗ്രസിന് തനിച്ച് 99 സീറ്റുകളെ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ മുസ്ലിം എംപിമാരുടെ എണ്ണം കുറഞ്ഞു എന്നാണ് പുതിയ വിവരം. ലോക്സഭയിൽ നോക്കുകയാണെങ്കിൽ യൂസഫ് പഠാൻ മുതൽ ഷാഫി പറമ്പിൽ വരെ 24 മുസ്ലിം എംപിമാർ മാത്രമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരടക്കം 78 മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 543 ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള മുസ്ലിം പ്രാതിനിധ്യം 25-ൽ താഴെ ഒതുങ്ങുന്നത്. 1980-ൽ 49 പേരാണ് ലോക്സഭയിലെത്തിയത്. ലോക്സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ സഭയിലെത്തിയത് ആ വർഷമായിരുന്നു. 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യം 50% കുറഞ്ഞു. മോദി ആദ്യമായി അധികാരത്തിലെത്തിയ 2014-ലെ പൊതു തിരഞ്ഞെടുപ്പിലാണ് ലോക്സഭയിലെ ഏറ്റവും കുറഞ്ഞ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായത്. 22 പേർ മാത്രമാണ് അന്ന് സഭയിലെത്തിയത്. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും മുസ്ലിം വോട്ടർമാർ നിർണായക ഘടകമാണെന്ന് മുന്നണികൾ അവകാശപ്പെടാറുണ്ട്. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും സമുദായത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കാൻ പാർട്ടികൾ മടിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ്, TMC, SP, RJD, NCP, CPM എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്ക് 78 മുസ്ലിം സ്ഥാനാർത്ഥികൾക്കാണ് ഇക്കുറി ടിക്കറ്റ് നൽകിയത്. 2019-ൽ 115 പേരായിരുന്നു മത്സരിച്ചത്. BJP ഏക മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് സീറ്റ് നൽകിയത്. കോഴിക്കോട് സർവകലാശാല മുൻ VC ആയിരുന്ന K. അബ്ദുൾ സലാം മത്സരിച്ചത് മലപ്പുറം മണ്ഡലത്തിലാണ്. സഖ്യകക്ഷിയായ JDUവും ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത്. എന്നാൽ BSP 35 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ സമുദായ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. BJPക്ക് നേട്ടമുണ്ടാക്കാനെന്ന വാദമാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുക. എന്നാൽ ഇത്തവണ മുസ്ലിം വോട്ടർമാർ വളരെ ജാഗ്രതയോടെയാണ് വോട്ട് ചെയ്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. UP, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ. അതേസമയം പശ്ചിമ ബംഗാളിലെ ബഹ്റംപൂർ മണ്ഡലത്തിലാണ് യൂസഫ് പഠാൻ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ കന്നി മത്സരമായിരുന്നു അത്. കഴിഞ്ഞ ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവായിരുന്നു ചൗധരി. അദ്ദേഹത്തിന്റെ തോൽവി കോൺഗ്രസ് വൃത്തങ്ങളിൽ ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട്. UPയിലെ സഹാറൻപൂരിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഇമ്രാൻ മസൂദ് 64,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. UPയിലെ കൈരാനയിൽ സമാജ്വാദി ടിക്കറ്റിൽ മത്സരിച്ച ഇഖ്ര ചൗധരി ജയിച്ചത് 69,000 വോട്ടിനാണ്. BJPയുടെ പ്രദീപ് കുമാറിനെയാണ് ഈ 29കാരി പരാജയപ്പെടുത്തിയത്. ഗാസിപൂർ മണ്ഡലത്തിൽ നിന്ന് അഫ്സൽ അൻസാരി ജയിച്ചു. തെലങ്കാനയിലെ ഹൈദരാബാദ് മണ്ഡലത്തിൽ നിന്ന് മജ്ലിസ് പാർട്ടി അധ്യക്ഷനായ അസദുദ്ദീൻ ഉവൈസി ജയിച്ചത് 3.38 ലക്ഷം വോട്ടിനാണ്. ലഡാക്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഹമ്മദ് ഹനീഫ 27,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കശ്മീരിലെ ബരാമുല്ലയിൽ മത്സരിച്ച മറ്റൊരു സ്വതന്ത്രൻ അബ്ദുൾ റാഷിദ് ഷെയ്ഖ് 4.7 ലക്ഷത്തിന് ജയിച്ചു. ഇദ്ദേഹം UAPA കേസിൽ തിഹാർ ജയിലിൽ കഴിയുകയാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. മക്കളാണ് ഇദ്ദേഹത്തിന് വേണ്ടി മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയത്. കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിൽ നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മിയാൻ അൽതാഫ് അഹമ്മദ് പരാജയപ്പെടുത്തിയത് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തിയെയാണ്. NC സ്ഥാനാർത്ഥിയായ ആഗാ സെയ്ദ് റൂഹുല്ല മൊഹ്ദി ശ്രീനഗർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു. UPയിലെ റാംപൂരിൽ SP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഹിബുല്ല 5 ലക്ഷത്തോളം വോട്ട് നേടിയാണ് ജയിച്ചത്. സാംബാലിൽ ജയിച്ച സിയാഉർ റഹ്മാന്റെ ഭൂരിപക്ഷം 1.2 ലക്ഷമാണ്. കേരളത്തിൽ നിന്നുള്ള ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി, ഷാഫി പറമ്പിൽ, തമിഴ്നാട്ടിൽ നിന്നുള്ള നവാസ് കനി എന്നിവരും ജയിച്ച മുസ്ലിം എംപിമാരാണ്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി വിജയിച്ച രണ്ടാമത്തെ വ്യക്തിയായ റാഖിബുൽ ഹുസൈൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അസമിലെ ധൂബ്രിയിൽ നിന്ന് 10.12 ലക്ഷം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. ബംഗാളിലെ ജാംഗീപൂർ, ബസിർഹട്ട്, മുർഷിദാബാദ്,
ഉലുബേരിയ, മൽഡാഹ ദക്ഷിൺ, ബീഹാറിലെ കിഷൻഗഞ്ച്, ലക്ഷദ്വീപ് എന്നീ മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിച്ചു. 2019 26 മുസ്ലിം എംപിമാരാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. 2014 22. 1980 49 എന്ന കണക്കാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം എംപിമാർ ലോക്സഭയിലെത്തിയ തിരഞ്ഞെടുപ്പ്. ഇത്തവണ എല്ലാ പാർട്ടികളും മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ വിമുഖത കാണിച്ചു. BJP മത്സരിപ്പിച്ച ഏക മുസ്ലിം സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തു. BSP മത്സരിപ്പിച്ച 35 പേരും തോറ്റിരുന്നു.